കിടക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിക്ഷ അല്പം ലഘൂകരിക്കുകയും ചെയ്യുന്നു. കുടിക്കാനുള്ള വെള്ളം കൈയുടെ വിരലുകൾക്കിടയിലൂടെ കിട്ടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസം, പ്രവാചകൻ ജനിച്ച ദിവസം, ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു അബൂലഹബിന്. ഈ അടിമപ്പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ജനിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോ, ആ പ്രവാചകൻ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോ ആ സന്തോഷത്തിന്റെ പേരിൽ അബൂലഹബ് ആ പെണ്ണ് അടിമയായിരുന്നു. ഇന്ന് മുതൽ നീ മോചിപ്പിച്ചിരിക്കുന്നു, സ്വതന്ത്രയാക്കിയിരിക്കുന്നു, പൊക്കോ. ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞതല്ലേ? ഒരു സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചു എന്ന് വന്ന് പറഞ്ഞ ആ സന്തോഷത്തിന് ആ പറഞ്ഞ പെണ്ണിനെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു വിട്ടു. നീ ഇന്ന് മുതൽ സ്വതന്ത്രയാ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചു എന്ന് പറഞ്ഞ പെണ്ണിനെ ആ സന്തോഷത്തിന്റെ വേളയിൽ സ്വതന്ത്രയാക്കി വിട്ട ഈ അബൂ, എല്ലാ തിങ്കളാഴ്ച അള്ളാഹു ഇങ്ങനെ ഒരു കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ, തബ്ബത്ത് യദാ അബീ ലഹബ് ഖുർആൻ ശപിച്ച ആ അബൂലഹബിന് അള്ളാഹു ആ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ച അവൻ അള്ളാഹ് ഈ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കണ കാലം വരെ മുത്തുനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം നമുക്കെന്ത് പ്രതിഫലമായിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്.